നേരിട്ട് വീടുകളിൽ വിതരണത്തിന് ആവശ്യമായ തുകയും യഥാക്രമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ റൂറലിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ക്രെഡിറ്റ് നൽകി വരുന്നു. സർ, 2021 മെയ് മുതൽ 26 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 44,938.88 കോടി രൂപയും സർക്കാർ ധനസഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,071.72 കോടി രൂപയും വിതരണം നടത്തിയിട്ടുണ്ട്. ഈ ഇനത്തിൽ KSSPL-ന് 17,175 കോടി രൂപ ബാധ്യതയുണ്ട്. മുൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുകകൾ 1,600 വീതമായിരുന്നു. ആയത് 30/10/2025 ഉത്തരവ് പ്രകാരം 1,600 രൂപയിൽ നിന്നും പ്രതിമാസം 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. 2021 മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 47,72,279 ഗുണഭോക്താക്കൾക്ക് 728,62,62,11,100 രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,51,572 ഗുണഭോക്താക്കൾക്ക് 102,49,33,100 രൂപയും അനുവദിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 51,19,002 ഗുണഭോക്താക്കൾക്ക് 942,72,75,000 രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇനത്തിൽ 6,42,753 ഗുണഭോക്താക്കൾക്ക് 126,95,99,100 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. സർ, ഡി പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച 22/5/2026 തീയതിയിലെ ഉത്തരവ് പ്രകാരം വിഷൻ 2031 എന്ന പേരിൽ ഈ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി സ്വപ്ന പദ്ധതികൾ എന്നുൾപ്പെടെ 1,291 ലക്ഷ്യങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3,000 രൂപയായി ഉയർത്തുക എന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ക്രമ നമ്പർ 3 ലക്ഷ്യം 12ന്റെ ഭാഗമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് സംബന്ധിച്ച നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, എന്റെ ചോദ്യം. സോറി, AC മൊയ്തീൻ കണ്ടില്ല. ചോദ്യം എന്ന് പറഞ്ഞ് നിന്നതേ ഉള്ളൂ. ചോദിച്ചോളൂ. സാർ, എന്റെ ചോദ്യം, സാമൂഹിക ക്ഷേമ പെൻഷൻ വീടുകൾ എത്തിക്കുന്നത് നിലവിൽ തുടരുമോ? സാർ, ഇത് സംബന്ധിച്ച ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. പുതിയ നടപടിക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് തുടരുമോ? സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ടില്ല. എടുത്തിട്ട് അറിയിക്കും. ശ്രീ AC മൊയ്തീൻ. സർ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരം ഒരു പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നു എന്നാണ്. പക്ഷേ ഇത്തരം ഒരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1,600 രൂപയുടെ പെൻഷൻ 2,500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1,600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1,600 രൂപ 2,000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം
ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ശ്രീ കെ വി സുമേഷ്. സാറേ, LDF സർക്കാരിന്റെ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്ന 600 രൂപയുടെ പെൻഷൻ 2000 ആയിട്ട് വർദ്ധിപ്പിച്ചു. അത് ചോദ്യം, കൂടുതൽ അർഹരായവർക്ക് പെൻഷൻ നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലര് അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എന്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്നവർ. അപ്പോ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായി അവർ അനർഹരായി മാറും. അപ്പോ അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ശ്രീ MS അരുൺകുമാർ. MS അരുൺകുമാർ. പ്രതിപക്ഷ നേതാവ് ചോദിച്ചില്ല. പ്രതിപക്ഷ നേതാവ് ചോദ്യം കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ശ്രീ MS അരുൺകുമാർ. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം ഈ UDF ഓഫീസിൽ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു. അത്തരം ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാക്കാം. സ്വീകരിച്ചിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു. ബന്ധപ്പെട്ട മന്ത്രി തന്നെ നടപടി സ്വീകരിച്ച കാര്യം ഇവിടെ അറിയിക്കുകയുണ്ടായി. അതൊരു തെറ്റായ നടപടി, അതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെയുള്ള പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാള് ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവര് ആ മകന്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷെ മകൻ അവിടെ കഴിയുന്നു, അതിന്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വെക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. അത് നമ്മൾ പരിശോധിക്കാം. അപ്പൊ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പൊ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, അവര് വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെ ഇതിന്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് ഈ അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പൊ ചില അമ്മമാര് പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്തയാൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനം ഉണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. ശ്രീ PK ഫിറോസ്. സർ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ
ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC-യുടെ കാര്യം. ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. ശ്രീ M. വിൻസെന്റ്. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 60 മാസം കൊണ്ട് ഓരോ വ്യക്തിക്കും 54,000 രൂപ ലഭിക്കേണ്ടതാണ് 6 വർഷം, 5 വർഷം കൊണ്ട്. എന്നാൽ ആകെ 4 മാസം മാത്രം വർദ്ധിപ്പിച്ചതിലൂടെ വെറും 1,600 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. വാഗ്ദാനം ചെയ്തത് തന്നെ ഏകദേശം 51,400 രൂപയുടെ കുറവ് ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് വരുത്തിയിരിക്കുകയാണ്, ഒരു വാഗ്ദാന ലംഘനത്തിലൂടെ വരുത്തിയിരിക്കുകയാണ്. സർ, എന്റെ ചോദ്യം, ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി ഫണ്ട് സമാഹരിച്ചിട്ടും യഥാസമയം പെൻഷൻ കൊടുക്കാതെ പെൻഷൻ മുടങ്ങിയത് സർക്കാർ ഗൗരവതരമായിട്ട് തന്നെ കാണുന്നുണ്ടോ? മറ്റൊരു കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പറയട്ടെ, സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പൊ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ അംശാദായം അടച്ചിട്ട് കിട്ടുന്നതാണ്. അത് നിഷേധിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ. ഈ സർക്കാർ അതുൾപ്പെടെ കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വിശദമായ പരിശോധന പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും അതിന്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ ഗവൺമെന്റ് അതിന് സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും അത് പരിശോധിച്ച് കുറ്റമറ്റതാക്കി ഈ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 3, ശ്രീ A. പ്രഭാകരൻ ഉണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാറേ, ഉണ്ട്. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ആയതിനായി 22/5/2026 ഉത്തരവ് പ്രകാരം വിഷൻ 2031 ഉൾപ്പെടുത്തി പ്രസ്തുത വിഷയം പരിശോധിച്ച് ആയത് നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിനും പ്രാരംഭ ചെലവുകൾക്കുമായി 26-27 പുതുക്കിയ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർ, B പരിശോധിച്ചു വരുന്നു. C, ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളെയും തകർക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സർ, D, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവുകൾ ലഘൂകരിക്കുന്നതിനും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്നതിനുമാണ്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മരുന്ന് ലഭ്യത ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് ഈ ഇനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2017 കോടി രൂപ കുടിശ്ശികയും മരുന്ന് സംഭരണ ഏജൻസിയായ KMSCL മരുന്ന് സംഭരിച്ച ഇനത്തിൽ 300 കോടി രൂപ കുടിശ്ശികയും ഉണ്ടായിരുന്നു. ആരോഗ്യ സുരക്ഷാ പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ശ്രീ A. പ്രഭാകരൻ. സർ, നമ്മുടെ രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 8,425 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളം നൽകിയത്. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് അനുമതിയും നൽകി. ഇത്തരത്തിൽ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പകരം
സ്വകാര്യ ആശുപത്രികളെയും ഇൻഷുറൻസ് കമ്പനികളെയും സഹായിക്കുന്നതായി ഈ നിർദ്ദിഷ്ട ഇൻഷുറൻസ് പദ്ധതി മാറില്ലേ? ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ കൂടി പരിഗണിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി. സർ, സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും സാധാരണക്കാർക്കും അവർക്ക് സൗജന്യ ചികിത്സ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. സാർ, ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയാൽ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി പോകുമെന്നും ഗവൺമെന്റ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 2000 ചില്ലാൻ കോടി കൊടുക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ളത് എവിടെയാ? സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും സ്വകാര്യ ആശുപത്രികളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിനർത്ഥം എല്ലാവരെയും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും എല്ലാവരെയും ഗവൺമെന്റ് ആശുപത്രിയിലേക്കും കൊണ്ടുവരിക എന്നതാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 3 പേര് കിടക്കുക എന്നാണ് പരാതി. നമ്മൾ അവിടെയുള്ള പേഷ്യൻസിനെ കുറച്ചു കൊണ്ടുവരുകൂടി വേണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പോകുന്ന സ്ഥലത്ത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും. അത് സ്വകാര്യ ആശുപത്രികളെ പങ്കാളികളാക്കിയില്ലെങ്കിൽ അതിനർത്ഥം നല്ല ചികിത്സ നിഷേധിക്കുന്നു എന്നാണ് ഇൻഷുറൻസിലെ ഗുണഭോക്താക്കൾക്ക്. ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾക്കും ഇപ്പോഴും ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കും. പിന്നെ ഇൻഷുറൻസ് തുക പ്രീമിയം ഗവൺമെന്റ് എത്രയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ആ പ്രോജക്റ്റിന്റെ DPR തയ്യാറാക്കി ഇൻഷുറൻസ് കമ്പനികളുമായി എഗ്രിമെന്റ് വെക്കുമ്പോൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര കോടി രൂപ ഇൻഷുറൻസ് പ്രീമിയമായി അടക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല വിശദാംശങ്ങൾ തീരുമാനിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത തുക ഇതിന്റെ അകത്ത് നിന്ന് പ്രീമിയമായി കൊടുക്കാൻ തീരുമാനിക്കേണ്ടി വരും. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. അതിനർത്ഥം 10 കോടി രൂപ ഇൻഷുറൻസ് പദ്ധതിക്ക് വകയിരുത്തിയതല്ല. പ്രാരംഭ ചെലവുകൾക്കും DPR തയ്യാറാക്കുന്നതിനും വേണ്ടി നമ്മൾ വാഗ്ദാനം ചെയ്ത ആ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കേവലം 10 കോടി രൂപ മാത്രമാണ് ഈ പദ്ധതിക്ക്. അതിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് മറുപടി പറഞ്ഞു. എന്ന് ഈ പദ്ധതി ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാമോ? അതോടൊപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സംവിധാനങ്ങൾ പരിമിതമായ പാലക്കാട് പോലുള്ള ജില്ലകളിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ കൂടി നിർദ്ദിഷ്ട ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമോ എന്നതാണ് മുഖ്യമന്ത്രി. സർ, നമ്മളിത് ഈ വന്നിട്ട് നമ്മൾ 1 മാസമായിട്ടുള്ളൂ. ആ 1 മാസത്തിനുള്ളിലാണ് 2 ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇൻഷുറൻസ് പദ്ധതി വിശദമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് നടത്താനുള്ളത്. ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്യണം. പല ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രപ്പോസൽസ് മേടിക്കണം. ഗവൺമെന്റിന് വളരെ ഫീസിബിൾ ആയ തരത്തിൽ ഇത് പദ്ധതി തടസ്സം കൂടാതെ നടപ്പാക്കാൻ ആവശ്യമായ തരത്തിലാണ്. ഇപ്പൊ മെഡിസെപ്പ് പദ്ധതി നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കി. വ്യാപകമായ പരാതികളാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും. അതിൽ പാനൽ ചെയ്ത ആശുപത്രികളെ കുറിച്ചുള്ള പരാതികളുണ്ട്. ശരിക്കും ഒരുപാട് ആശുപത്രികൾ പാനൽ ചെയ്യപ്പെട്ടിട്ടില്ല. കൃത്യമായ ചികിത്സ അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കുകയാണ്. സംസ്ഥാന ജീവനക്കാരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചിട്ട് അവർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്ന ആശുപത്രി ആ പാനലിലില്ല. ഏറ്റവും കൂടുതൽ നേത്രരോഗ ആശുപത്രികളാണ് എന്റെ ലിസ്റ്റിലുള്ളത്. ഇന്ന് സർക്കാർ ജീവനക്കാർ മുഴുവൻ നേത്രരോഗമുള്ളവരാണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ കൃത്യമായി എല്ലാവർക്കും ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ നല്ല ചികിത്സ കിട്ടണ്ടേ? നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ രോഗങ്ങളുടെ ഒരു വിവരം കൂടി നമ്മൾ അറിയണം. ക്യാൻസർ വർദ്ധിച്ചു വരികയാണ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടുകയാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കൂടുകയാണ്, അപൂർവ രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗൗരവമാണ്. അപ്പൊ അതിന് ഭയങ്കര ചികിത്സാ ചെലവാണ്. ഇപ്പൊ ഒരു ഹാർട്ട് മാറ്റിവെക്കുന്നതിന് 35 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ബൈപ്പാസ് സർജറിയുടെ ഇത് കൂടി, സ്റ്റെന്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസ കൂടി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വലിയ തുകയാണ്. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ തലമുറകളോളം അവർ കടക്കണിയിലാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് കേരളത്തിലെ
ആ രംഗം, ആരോഗ്യ രംഗത്ത് ഒരുപാട് രോഗങ്ങൾ വരികയാണ്. നമ്മൾ അതിനെല്ലാം കൂടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി തീർച്ചയായും നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന്റെ എന്ന് തുടങ്ങും എന്ന് ആ പദ്ധതിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രഖ്യാപിക്കും. CK ഹരീന്ദ്രൻ. സാർ, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വിവിധ പദ്ധതികളിലായി സൗജന്യ ചികിത്സാ സഹായം നൽകി വരുന്നുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണോ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വ്യക്തമാക്കാമോ? മുഖ്യമന്ത്രി. പഠനത്തിനു വേണ്ടി 10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എല്ലാ പദ്ധതികളെയും ഒന്നാക്കി മാറ്റി ഒറ്റ ചികിത്സാ പദ്ധതിയാക്കി മാറ്റാനാണോ സർ, അത്രയും വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇൻഷുറൻസ് പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പ്രോജക്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുമെങ്കിൽ, നേരത്തെ നിങ്ങൾ വന്നപ്പോൾ 2 പെൻഷൻ മാറ്റി 1 പെൻഷൻ ആക്കിയതുപോലെ അല്ല ഇത് ചികിത്സാ സഹായം ഉറപ്പുവരുത്തുക. ഏറ്റവും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു രോഗം വന്നാൽ അവർക്ക് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വേറെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ചികിത്സയ്ക്ക് പൂർണ്ണമായ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ ആ പദ്ധതി ഏതെല്ലാം തരങ്ങളിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്തരം രംഗങ്ങൾ മുഴുവൻ കവർ ചെയ്യും. ആ കവർ ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അത് മാറ്റും. കവർ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ, ഇനി കവർ ചെയ്യുന്ന അല്ല, കവറേജിന്റെ പുറത്താണ് നിലവിലുള്ള പദ്ധതിയെങ്കിൽ ആ പദ്ധതി തുടരും. അപ്പൊ അത് ആലോചിച്ചിട്ട് വേണം. പദ്ധതി കിട്ടിയിട്ടും പദ്ധതിയുടെ കവറേജ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നിരന്തരമായ ചർച്ച നടത്തിയിട്ട് ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഏതെല്ലാം കവറേജ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. നിലവിലുള്ള ഒരു ആനുകൂല്യവും ഇത് വന്നു എന്നതിന്റെ പേരിൽ ഇല്ലാതാവില്ല. പുതിയ ഇൻഷുറൻസ് കവറേജിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് 2 കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അത് മാറ്റും. അത്രയേ ഉള്ളൂ. UR പ്രദീപ്. സർ, UDF സർക്കാർ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങൾ ചെയ്യും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള പദ്ധതികളിൽ